ഹലോ ഹായ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്ന പോലെ ഇപ്പോൾ AIPPനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്താണ് പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് COPR എന്താണ്, എന്താണ് അതിൻ്റെ പുതിയ പ്രോസസ്സിങ്, ആ ഒരു ഡീറ്റെയിലാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. COPR എന്ന് വെച്ചാൽ കൺഫർമേഷൻ ഓഫ് പെർമനൻറ്റ് റെസിഡൻസ് ആണ്. അതായത് നമ്മുടെ മെഡിക്കൽ, അതേപോലെ നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതേപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് നമുക്ക് COPR ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഫസ്റ്റ് വരുന്നതാണ് പ്രീ ഇൻവിറ്റേഷൻ ലെറ്റർ. അതായത് പ്രീ അറൈവൽ ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ലെറ്റർ വരും നമ്മുടെ പ്രൊഫൈലിൽ. ആ ലെറ്റർ വഴി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ, നമ്മൾ ഏത് പ്രൊവിൻസിലേക്കാണ് മൂവ് ചെയ്യുന്നത്, അവിടുത്തെ കുറേ സെറ്റിൽമെൻറ്റ് പ്രൊവൈഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അതുവഴി നമുക്ക് കാനഡയിൽ എന്തായിരിക്കും നമ്മുടെ എക്സ്പെൻസ്, നമുക്ക് വീട് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിലും അതിൽ തന്നെ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാസ്പോർട്ട് റിക്വസ്റ്റ് വരുന്നത്. പാസ്പോർട്ട് റിക്വസ്റ്റ് അയച്ചു കഴിയുമ്പോൾ നമുക്ക് COPR വരും. അപ്പോൾ COPR മുമ്പത്തെ പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നു കഴിയുമ്പോൾ, ഞാൻ ഇൻലാൻഡ് ആപ്ലിക്കൻസിൻ്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ കൂടുതൽ പറയുന്നത്. അപ്പോൾ നമ്മൾ കാനഡയിലുള്ള ഒരാളാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ പാസ്പോർട്ട്, ഇപ്പോൾ നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് ഡൽഹിയിലേക്ക് അയക്കാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ പാസ്പോർട്ടും അതേപോലെ പാസ്പോർട്ട് റിക്വസ്റ്റ് ലെറ്ററും അതേപോലെ ഫോട്ടോയും വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ഒട്ടാവയിലേക്കുള്ള ഓഫീസിലേക്ക് നമ്മൾ അയച്ചു കഴിയുമ്പോൾ, മുമ്പത്തെ പ്രോസസ്സ് നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കൂടെ പാസ്പോർട്ട് വെരിഫൈ ചെയ്തിട്ട് ആ ഫോട്ടോ അവരവിടെ വെച്ചിട്ട് PR കാർഡിന് വേണ്ടിയിട്ട് ഫോട്ടോ അവരവിടെ വെച്ചിട്ട് നമുക്ക് പാസ്പോർട്ട് വിത്ത് COPR റിട്ടേൺ അയക്കലായിരുന്നു മുമ്പത്തെ പ്രോസസ്സ്. അപ്പോൾ ആ പ്രോസസ്സ് എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് ബൈ പോസ്റ്റൽ വഴി നമ്മുടെ COPR കിട്ടും, പ്ലസ് നമ്മുടെ ഈ പറഞ്ഞ പാസ്പോർട്ടും റിട്ടേൺ വരും. ആ ഫോട്ടോ അവരവിടെ വയ്ക്കും PR കാർഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വൺസ് നമ്മളത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ COPR കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ഇൻ കാനഡ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ വേറെ സ്റ്റാറ്റസ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ സ്റ്റാറ്റസ് നമ്മൾ ചേഞ്ച് ചെയ്ത് PR ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് എയർപോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോർഡർ സർവീസ് ഏജൻസി ഉണ്ട്. അപ്പോൾ ബോർഡർ സർവീസ് ടീമിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവർ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നമ്മൾ ഈ COPR ലെറ്ററും കൊണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാറ്റസിൽ നമ്മൾ കാനഡയിൽ എൻ്റർ ആയെന്നും പറഞ്ഞുകൊണ്ട് അവർ സീൽ വയ്ക്കും. അതായത് നമ്മുടെ മുമ്പത്തെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ആയിരിക്കും. ആ സ്റ്റാറ്റസ് മാറി നമ്മൾ PR ആയി എന്ന് പറഞ്ഞിട്ട് അവർ സീൽ വെച്ച് സൈൻ ചെയ്തിട്ട് തരും. അപ്പോഴാണ് നമ്മുടെ ടോട്ടലി സ്റ്റാറ്റസ് ഇവിടുത്തെ മാറുക പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ട്. അതുവരെ നമ്മുടെ സ്റ്റാറ്റസ് മാറില്ല. അതായിരുന്നു മുമ്പത്തെ പ്രോസസ്സ്. പക്ഷേ ഇപ്പോൾ കൊറോണയും COVID-19 വന്നതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ കുറേ റെസ്ട്രിക്ഷൻസ് വന്നു. അതേപോലെ ഈ ബോർഡർ സർവീസ് ഏജൻസി അവർക്കും ഈ പറഞ്ഞ പോലെ ആൾക്കാരെല്ലാവരും അവിടെ ചെന്നിട്ട് അവരുടെ അടുത്ത് പേഴ്സണലി ചെന്ന് സീൽ ചെയ്യണം. അപ്പോൾ കുറേ ഫാമിലീസ് ഉണ്ട്, ഈ ഫാമിലീസ് അവിടെ ട്രാവൽ ചെയ്യണം. അപ്പോൾ കോവിഡായിട്ട് കുറേ ഡിഫിക്കൽട്ടീസ് ആയിരുന്നു. ഈവൻ ഈ പറഞ്ഞ ഓഫീസേഴ്സിനാണെങ്കിലും അവരുടെ ബോർഡർ സർവീസ് ഏജൻസിക്കാണെങ്കിലും ഈ പറഞ്ഞ ആപ്ലിക്കൻസിനാണെങ്കിലും അവിടെ ട്രാവൽ ചെയ്ത് കോവിഡ് ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാരണം ഇവർ പ്രോസസ്സ് മൊത്തം ചേഞ്ച് ആക്കി. ഇപ്പോൾ അവർ പറയുന്നത് അതിന് വെർച്വൽ ലാൻഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിംഗ് ആണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ, അതായത് വൺസ് നമുക്ക് പാസ്പോർട്ട് റിക്വസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പാസ്പോർട്ടും നമ്മുടെ ഫോട്ടോയും കൂടി ഇവർക്ക് ഒട്ടാവയിലേക്ക് അയക്കും, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ ഡൽഹിയിലേക്ക് അയക്കും. അവിടെ നിന്ന് അവർ പാസ്പോർട്ടും ഫോട്ടോയും എല്ലാം നമ്മുടെ വെരിഫൈ ചെയ്തിട്ട് അവർ നമുക്ക് റിട്ടേൺ അയക്കും. അപ്പം നമുക്ക് COPR ആയിരിക്കില്ല അതിൻ്റെ കൂടെ വരാം. നമുക്ക് ജസ്റ്റ് നമ്മൾ അയച്ച പാസ്പോർട്ടും ഫോട്ടോയും നമുക്ക് റിട്ടേൺ വരും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അതിൻ്റെ കൂടെ ഒരു ലെറ്റർ ഉണ്ടാവും നമുക്ക് റീസൺലി ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫയൽ ഇവർ നമ്മുടെ ലോക്കൽ ഓഫീസിലേക്ക്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നോവാ സ്കോഷ്യയിലാണ്, അപ്പോൾ നമ്മുടെ ഒട്ടാവ ഹെഡിൽ നിന്ന് അവർ ഈ ഫയൽ നമ്മുടെ ലോക്കൽ ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതിങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു 1 വീക്ക് ടൈമൊക്കെ എടുക്കും. അത് ഇവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബോർഡർ സർവീസിൽ പോകുന്നതിന് പകരം ആ ഒരു പ്രോസസ്സ് അവർ വെർച്വൽ ലാൻഡിംഗ് പോലെ ആക്കി. എന്ന് വെച്ചാൽ ഒന്നുകിൽ അവർ ബൈ ഫോണിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും.
കോണ്ടാക്ട് ചെയ്തിട്ട് അവർ കൺഫേം ആക്കും, അതായത് ഈ ആപ്ലിക്കൻ്റ് ഇവിടെ ഈ ഒരു സ്റ്റാറ്റസിൽ ഇവിടെ ലാൻഡ് ചെയ്തു എന്നുള്ളത് നമ്മളെ ബൈ ഫോൺ വഴി അവർ വെരിഫൈ ചെയ്ത് കൺഫേം ആക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്യാൻ പറയും, അവർക്ക് വെർച്വലി കണ്ട് കൺഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തിട്ട് അവർ ആ ഒരു കൺഫർമേഷൻ ചെയ്യും. എൻ്റെ കേസിൽ എനിക്ക് കോളാണ് വന്നത്. കോള് വന്നു, അതായത് നമ്മുടെ ലോക്കൽ വിസ ഓഫീസിൽ നിന്ന് ഒരു കോള് വരും. അവർ വന്നിട്ട് നമ്മളിപ്പോൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ജോബ്, എന്താണ് നമ്മുടെ സ്റ്റാറ്റസ് എന്നൊക്കെ വെരിഫൈ ചെയ്തിട്ട് അവർ മേക്ക് ഷുവർ ചെയ്യും നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ മുമ്പ് COPRൽ സീൽ ചെയ്യുന്ന പോലെ തന്നെ അവിടെ നിന്ന് അവരുടെ ഡോക്യുമെൻറ്റിൽ അവർ അപ്രൂവ് ആക്കും. അതായത് ഈ ആപ്ലിക്കൻ്റ് ഇവിടെ കാനഡയിൽ ഇന്ന സ്റ്റാറ്റസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞു. അത് കഴിഞ്ഞ് വിത്തിൻ 1 വീക്കിനുള്ളിലാണ് നമുക്ക് COPR ബൈ മെയിൽ അല്ലെങ്കിൽ ബൈ നമ്മുടെ പ്രൊഫൈലിലേക്ക് വരിക. അപ്പോൾ ഈ COPR എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ ഓഫ് പെർമനൻറ്റ് റെസിഡൻറ്റ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. January 1 നമുക്ക് മെയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ആ January 1 തൊട്ടിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് ചേഞ്ച് ആവും. നമ്മൾ പെർമനൻറ്റ് റെസിഡൻ്റായി. പിന്നെ നമ്മുടെ നോ ലോങ്ങർ നമ്മുടെ എന്താ പറയുക വർക്ക് പെർമിറ്റ് വാലിഡ് അല്ല, നമ്മൾ പെർമനൻറ്റ് റെസിഡൻ്റ് ആയി. നമുക്ക് പെർമനൻറ്റ് റെസിഡൻസിന് വേണ്ട എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണോ അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം, നോ പ്രോബ്ലം. പിന്നെ ചെയ്യേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യം, നമ്മൾ ഈ COPRൻ്റെ കോപ്പിയും എല്ലാം വെച്ചിട്ട് നമ്മൾ ഒട്ടാവയിലേക്ക് അയച്ച് പാസ്പോർട്ട് കോപ്പിയും എല്ലാം വെച്ചിട്ട് PR കാർഡിനുള്ള പ്രോസസ്സ് ചെയ്യണം. പിന്നെ നമ്മൾ PR കാർഡിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പുതിയ ഒരു COPRൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഈസിയാണ്. മുമ്പ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, കാരണം നമ്മൾ ബോർഡർ സർവീസ് ഏജൻസി പോയി ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇപ്പോൾ കുറച്ചും കൂടി ഈസി ആക്കി, അത്ര ടൈം ഡിലേ ഇല്ല, കുറച്ചും കൂടി ഫാസ്റ്റ് പ്രോസസ്സിങ് ആണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മുടെ പിന്നെ PR കാർഡ് വെയിറ്റ് ചെയ്യാന്നുള്ളൊരു സ്റ്റെപ്പേ ഉള്ളൂ. അതുവരെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ വൺസ് നമ്മുടെ COPR വന്നു കഴിയുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ, അതായത് നമ്മുടെ ഏത് പ്രൊവിൻസിലാണോ നിൽക്കുന്നത് ആ പ്രൊവിൻസിലെ ഹെൽത്തിൻ്റെ ഇവരെ വിളിക്കുക. അതായത് ഇപ്പോൾ നോവാസ്കോഷ്യയിലാണ് നോവാസ്കോഷ്യ ഹെൽത്ത് അതോറിറ്റിയിലെ വിളിച്ചിട്ട് നമ്മുടെ മെഡിക്കൽ കാർഡ് നമ്മൾ മുമ്പ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ വർക്ക് പെർമിറ്റിൻ്റെ അണ്ടറിലായിരിക്കും. അത് ജസ്റ്റ് 1 ഇയർ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ അവരെ വിളിച്ചിട്ട് നമ്മുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക. അതായത് നമ്മൾ അങ്ങനെ വർക്ക് പെർമിറ്റിൽ നിന്ന് നമ്മുടെ പെർമനൻറ്റ് റെസിഡൻസ് കൺഫേംഡ് ആയി. അപ്പോൾ ഒരു COPR ഡോക്യുമെൻറ്റ്സിൻ്റെ നമ്പർ ചോദിക്കും, ആ ഡോക്യുമെൻറ്റ് നമ്പർ കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവർ പറയും, അവരവിടെ നിന്ന് തന്നെ പ്രോസസ്സ് ചെയ്യും. നമുക്ക് ബൈ പോസ്റ്റിൽ നമ്മുടെ ന്യൂ മെഡിക്കൽ കാർഡ് കിട്ടും. ഈ മെഡിക്കൽ കാർഡ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4 to 5 years വാലിഡ് ഉണ്ടാവും. അപ്പം നമുക്ക് ആ ഒരു ടൈമിലേക്ക് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കോൾ ചെയ്യേണ്ടതാണ് SIN നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ. SIN നമ്പർ നമ്മുടെ മുമ്പത്തെ SIN നമ്പർ എന്ന് പറയുന്നത് 9 ഡിജിറ്റിലായിരിക്കും തുടങ്ങുക. 9 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ വർക്ക് പെർമിറ്റ് അങ്ങനത്തെ ബാക്കി എല്ലാ പെർമനൻറ്റ് റെസിഡൻസ് അല്ലാത്ത എല്ലാ സ്റ്റാറ്റസിലും നമ്മുടെ SIN നമ്പർ ഇഷ്യൂ ചെയ്യുക ആ ഒരു നമ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും. പക്ഷേ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ PR കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അവരെ വിളിച്ചിട്ട് നമ്മുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ SIN നമ്പർ നമുക്ക് SIN നമ്പർ മീൻസ് സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ. ഇപ്പം നിങ്ങൾ നാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ PR ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ സർവീസ് കാനഡ എന്ന് പറഞ്ഞ ഓഫീസ് എയർപോർട്ടിൽ തന്നെയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ അവർ ഇഷ്യൂ ചെയ്ത് തരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ വർക്ക് പെർമിറ്റ് ഓൾറെഡി ഉള്ളവർ നമ്മൾ സർവീസ് കാനഡയായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നമ്മുടെ SIN നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. കാരണം അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നമ്മുടെ ടാക്സ് അക്കൗണ്ടും കാര്യങ്ങളും നമ്മുടെ പേയും എല്ലാമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാക്സിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ അത് വിത്തിൻ എന്തോ ഒരു ടൈം പീരീഡ് ഉണ്ട്, അതിനുള്ളിൽ മസ്റ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കണം. അപ്പോൾ ഒന്ന് മെഡിക്കൽ കാർഡ്, സെക്കൻഡ് സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ, പിന്നെ നമ്മുടെ കാനഡയിലെ ടാക്സ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ കോൾ ചെയ്തിട്ട് നമ്മൾ അവരെ ഇൻഫോം ചെയ്യുക നമ്മുടെ സ്റ്റാറ്റസ് ചേഞ്ച് ആയി, നമ്മുടെ PR ആയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുക 1 ഡിജിറ്റിൽ നിന്നായിരിക്കും. മുമ്പത്തെ സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ 9 ആണെങ്കിൽ ഇത് 1 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആ ഒരു പുതിയ സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അത് ബേസ് ചെയ്തിട്ട് അവർ നമുക്ക് വേണ്ട ബെനിഫിറ്റും നമ്മുടെ റിട്ടേൺസും കാര്യങ്ങളും എല്ലാം അവർ ചെയ്തു തരും. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം അപ്ഡേറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക്
നമ്മുടെ ചൈൽഡ് ഉണ്ടെങ്കിൽ ചൈൽഡ് ബെനിഫിറ്റിന് അപ്ലൈ ചെയ്യാം. ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻകം എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ എക്സ്പെൻസും എല്ലാം അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ചൈൽഡിന് എത്രയാണോ നമുക്ക് അലോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മന്ത്ലി നമുക്കൊരു എമൗണ്ട് കിട്ടും. അതായത് ഇപ്പോൾ ഒരു കിഡാണ്, രണ്ടുപേരും വർക്കിംഗ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് ഒരു മിഡ് ഫാമിലിക്കൊക്കെ ഒരു $600-500 പെർ മന്ത് ഗവൺമെൻറ് നമുക്ക് ഇങ്ങോട്ട് തരും ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറയും. അത് കൂടാതെ നമ്മുടെ സ്പൗസിൻ്റെ പേരിൽ നമുക്ക് GST HST എന്ന് പറഞ്ഞൊരു ടാക്സ് റിട്ടേൺ വരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതുവഴി നമുക്ക് എവറി 2 months നമുക്കൊരു 200 അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറയുന്നത്, ഒരു $200-180 നമുക്ക് റിട്ടേൺ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ കുറേ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് PR കിട്ടിക്കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ചൈൽഡ് ബെനിഫിറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയില്ല, നമ്മൾ 1 year 18 months നമ്മളിവിടെ കാനഡയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ PR അല്ലെങ്കിൽ കൂടി നമുക്ക് ചൈൽഡ് ബെനിഫിറ്റിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ അത്രയും ലോങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലോങ് ആണ്. അതിനു മുമ്പ് നമുക്ക് എന്തായാലും PR കിട്ടും. അപ്പോൾ PR കിട്ടിയ ഡേറ്റ് എന്നാണോ ആ ഡേറ്റ് തൊട്ടിട്ട് നമുക്ക് നമ്മുടെ ചൈൽഡ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങും. വേറെ എന്തെങ്കിലും ഇതിനെപ്പറ്റി ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ബൈ.